2014 കളരിയാമാക്കക്കട ചെക്കിടവും പാലം പൂർത്തിയായെങ്കിലും അതിന്റെ ബാക്കി പണികൾ നടത്തിയുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2019 പുതിയ ജനപ്രതിനിധി വന്നതിന് ശേഷം യാതൊരു പരിപാടിയും നടത്താതെ MLA പറയുന്നൊരു വാദം ജോയി മൂക്കന്തോട്ടം സ്ഥലം സൗജന്യമായി നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തൊണ്ട് ഭൂമി ജോയി മൂക്കന്തോട്ടത്തിന് ഇവിടെ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമായ കാര്യം. അത് തെളിയിക്കാമെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. പിന്നെ തിരുമേനിക്ക് കേസ് കൊടുത്ത് തിരുമേനിയുടെ പറമ്പിൽ അവകാശമില്ലാതെ കയറിയപ്പം തിരുമേനി കോടതി കേസ് കൊടുത്തു. അതും ജോസ് കെ മാണിക്കെതിരെയാണ് MLA പരാതി പറയുന്നത്. എന്തു വന്നാലും MLA പരാതി പറഞ്ഞുകൊണ്ട് പാലം പണി മുടക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ കാണുന്നത്. ഈ പാലം പണിക്ക് അപ്പുറത്തിലൂടെ ഭൂവുടമകൾ സ്ഥലം തരാൻ തയ്യാറാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ നടത്താത്തതാണ് ഇതിൽ വന്ന ഏറ്റവും വലിയ വീഴ്ച. കളരിയമ്മക്കൽ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ പ്രത്യാഘാത പഠനം നടത്തുകയുണ്ടായി. ഞങ്ങൾ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ വന്നിരുന്നു. പദ്ധതി പ്രദേശം വിസിറ്റ് ചെയ്യുകയും നമ്മുടെ ആളുകളെ കാണാൻ പറ്റുന്നവരെ നേരിട്ട് കാണുകയും അല്ലാത്തവരെ ഫോണിലൂടെ ബന്ധപ്പെട്ടുമാണ് നമ്മളൊരു കരട് രേഖ ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 200 മീറ്റർ നീളത്തിലും 15 മീറ്റർ വീതിയിലുമാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായിട്ട് പദ്ധതി രൂപീകരണം ചെയ്തിരിക്കുന്നത്. കളരിയാമക്കൽ പാലം നിർമ്മാണ പദ്ധതിക്കായിട്ട് 13.39 കോടി രൂപയുടെ പ്രാഥമിക സാമ്പത്തിക അനുമതിയാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. ഞാൻ അവരുടെ പേരും അഡ്രസ്സും ഒക്കെയാണ്. ഒന്ന് പരമേശ്വരൻ നമ്പൂതിരി, ചൈത്രം, മര്യാദുരത്ത്, കോട്ടയം. അദ്ദേഹത്തിൻ്റെ സ്ഥലം നഷ്ടമാകുന്നുണ്ട്. പിന്നെ ഒന്ന് വത്സമ്മ ഫിലിപ്പ്, കളരിയാമക്കൽ വീട്, ചെത്തിമറ്റം പാല, സ്ഥലം നഷ്ടമാകുകയാണ്. പിന്നെ മൂന്നാമത്തത് G പ്രഭാകരൻ നായർ, ആലപ്പാട്ട്, തൊടുപുഴ. അദ്ദേഹത്തിൻ്റെ സ്ഥലം നഷ്ടമാകുന്നുണ്ട്. അതുപോലെ തെങ്ങ്, ചുറ്റുമതിൽ, ഗേറ്റ് എന്നിവയും നഷ്ടമാകുന്നുണ്ട്. നാലാമത്തത് ഷൈൻ തോമസ്, പന്തലാടിക്കൽ, കിഴപ്പറയാർ, സ്ഥലം നഷ്ടമാകുന്നുണ്ട്. അതുപോലെ കുറച്ച് വാഴ, കപ്പ മുതലായ കൃഷിയും അവിടെ ഉണ്ട്. അഞ്ചാമത്തത് ആന്റണി ജോസഫ്, ഊട്ടുകുളം, ചെത്തിമറ്റം പാല. സാറിൻ്റെയും സ്ഥലം നഷ്ടമാകുന്നുണ്ട്. സാറിന് അവിടെ റബ്ബറാണ് അവിടെ കൃഷിയുള്ളത്. റവന്യൂ ബിയിൽ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് 4-1 നോട്ടിഫിക്കേഷനാണ്. അതായത് സാമൂഹിക പ്രത്യാഘാത പഠനം നടത്തുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ വിടും. ഈ വെർണാക്കുലർ, അതായത് ഇവിടെ ലോക്കൽ ഡെയിലീസിൽ വിടും. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈ 4-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് തൊട്ട് പുറകോട്ടുള്ള 3 വർഷം ഈ ഏരിയയിൽ നടന്ന, അതായത് വിസിനിറ്റി എന്നാണ് ആക്ടിൽ പറയുന്നത്, ഈ ഏരിയയിൽ നടന്ന ആധാരങ്ങൾ നമ്മൾ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി മുഴുവൻ ആധാരങ്ങളും പരിശോധിച്ചിട്ട് അതിലെ ഏറ്റവും വില കൂടിയ ആധാരങ്ങൾ എടുത്തിട്ട് ഒരു ഏറ്റവും വില കൂടിയ, അതായത് സെയിം നേച്ചറിലുള്ളതായിരിക്കണം. മീൻസ് മനസ്സിലായത്. ഇപ്പം മെയിൻ റോഡ് സൈഡിലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഏത് റോഡിൻ്റെ സൈഡാണ്, പഞ്ചായത്ത് റോഡാണ്, ഗാർഡൻ ലാൻഡ് വിത്ത് റോഡ് ആക്സിസ് ആണോ വിത്തൗട്ട് ആക്സിസ് ആണോ എന്നുള്ള കുറേ ക്രൈറ്റീരിയ ഉണ്ട് നമുക്ക്. ആ ക്രൈറ്റീരിയ വെച്ചത് കണ്ടുപിടിച്ചതിന് ശേഷം ഏറ്റവും വിലയുള്ള ഒരു 50 ആധാരം എടുത്തെങ്കിൽ അതിലെ ഏറ്റവും വിലയുള്ള 25 ആധാരത്തിൻ്റെ ആവറേജ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കണം. 12 മൈൽ റിംഗ് റോഡിന്റെ അടുത്ത കിഫ്ബി യോഗത്തിൽ അതിന്റെ നടപടികൾ പൂർത്തിയാക്കത്തക്ക രീതിയിൽ പ്രിയങ്കരനായ MP ജോസ് കെ മാണി ഇടപെട്ടുകൊണ്ട് അതിന്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അത് പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കളരിയാമക്കൽ അപ്രോച്ച് റോഡുകൾ പൂർത്തിയാക്കിയാൽ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ വികസനമായിട്ട് മാറും എന്ന് മാത്രമേ ഈ അവസരത്തിൽ